അണിനിരന്ന് ഭൂമിയാകുന്ന കർമ്മക്ഷേത്രം മുഴുവൻ യുദ്ധകരമായപ്പോഴാണ് പ്രപഞ്ചാധികാരിയായ ഈശ്വരൻ തന്നെ ഇടപെടേണ്ടി വന്നത്. ഗീതാലയം നിർത്തിയിരിക്കുന്നത് സൈന്യങ്ങളുടെ മധ്യത്തിലായാണ്. അധർമ്മത്തിന്റെ നാശവും ധർമ്മത്തിന്റെ സ്ഥാപനയുമാണ് ഭഗവാന്റെ അവതാരോദ്ദേശം. ആത്മാവ്, പരമാത്മാവ്, ഭക്തി, കർമ്മം, യോഗം, പ്രകൃതി, ബ്രഹ്മം തുടങ്ങിയ ഗഹനങ്ങളായ എല്ലാ വിഷയങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന ഗീത സമ്പൂർണ്ണ ശാസ്ത്രമാണ്. പരിശുദ്ധ ബൈബിൾ എന്നും വിശുദ്ധ ഖുർആൻ എന്നും പറയും. എന്നാൽ ഭഗവത് എന്നത് ബൈബിളിലില്ല, ഭഗവത് എന്നത് ഖുർആനിലില്ല, ഭഗവത് എന്നത് ഭഗവത്ഗീതയിൽ മാത്രമേ ഉള്ളൂ. എങ്കിലും ഇക്കാലത്ത് ഭാരതീയ ഗീതയിൽ നിന്നും എത്രയോ അകത്ത് പോയിരിക്കുന്നു. അക്കാലം നമുക്ക് ഇല്ലാതാക്കണം. വ്യക്തിതലം മുതൽ ലോകം മുഴുവൻ വ്യാപിച്ചിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരം അത് മാത്രമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജ്ഞാനവിജ്ഞാന ദുരിതത്തിലെ കുട്ടികളായ ഞങ്ങളുടെ കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കുന്നു. ഞങ്ങൾ കാർത്തിക് മഹേഷ്, കൈലാസ്നാഥ്, വൈകാശ് ബിജു, ദേവദത്ത് വിഷ്ണു, ഭൗതിക് ശ്രീരാജ്, വൈദേവ് ബിജു, ശ്രീനാഥ്, ശ്രീധരി, കെവി, വാണി, ആദിലക്ഷ്മി, അഷ്ടലക്ഷ്മി, പ്രിയ, സന്തോഷ്, ഗൗരി, അഭിനന്ദ, അനുപമ, ദർശന, അമൃത, സുരേഷ്, അനശ്വര, ദേവിക നായർ, കവിത്ര ബാബു, അഞ്ജലക്ഷ്മി, അനഘ, അജിത്, പ്രണയ നായർ, പുണ്യ നായർ. നന്ദി, നമസ്കാരം. ഭഗവത്ഗീതയാ ഇവിടെ വന്നിരിക്കുക. ഗീതയെ പറ്റിയാ ഇതുവരെ പറഞ്ഞത്. കുണ്ടിയും കൊണ്ടുവന്നോടെ